കൊടുക്കൂലെന്ന് പറഞ്ഞോ? പൈസ കൊടുക്കൂലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്റെ അമ്മാവനാണ്. അമ്മാവൻ പൈസ കൊടുക്കുന്ന മാത്രമേ ഞാൻ ഇയാളോട് പറഞ്ഞുള്ളൂ. അത്രേ ഉള്ളോ? അങ്കമാലിയിലെ അമ്മാവൻ ആരാന്നാ പറഞ്ഞേ? പ്രധാനമന്ത്രി. അപ്പൊ ഒരുത്തൻ വന്ന് എന്നോട് പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലെന്ന്. അപ്പൊ ഞാൻ അവനോട് തിരിച്ചു ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലെന്ന്. അപ്പൊ അവൻ എന്നെ ഡീന്ന് വിളിച്ചു. അപ്പൊ ഞാൻ അവനെ പൊടിന്ന് വിളിച്ചു. അപ്പൊ അവൻ എന്റെ അമ്മനെ വിളിച്ചു. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും ഒക്കെ വിളിച്ചു. അപ്പൊ വേറൊരുത്തൻ വന്നിട്ട് എന്റെ അടുത്ത് പറയാ അവന്റെയാണ് ഈ ഹോട്ടലെന്ന്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന ഒരു പൂച്ചട്ടിയില്ലേ അതിട്ട് അവന്റെ തലയ്ക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുത്തു. പിന്നെ വേറൊരുത്തൻ വന്ന് എന്റെ കൊടയിൽ പിടിച്ച് വലിച്ചു. അപ്പൊ ഞാൻ അവന്റെ വയറ്റിലേക്ക് ഒരു കൊടയെടുത്ത് ഒരു ഒറ്റ കുത്തു കുത്തി. അത്രേ ഞാൻ ചെയ്തുള്ളൂ. നല്ലല്ലേ? സൂപ്പർ. പക്ഷെ ഈ ഏട്ടന് മാത്രം ഒരു വിലയില്ല എന്നെ. നീ ഇപ്പൊ എന്താ കാണിച്ചോണ്ടിരുന്നത്? ഇപ്പൊ എന്തായിട്ടാ തോന്നിയത്? സിനിമ കണ്ടിട്ട് നിനക്ക് പ്രാന്തായി എന്ന് തോന്നി. സിനിമ കണ്ടിട്ട് പ്രാന്തായതല്ല. എന്താണ്? ടിവിയിൽ ഞാൻ കണ്ടിട്ട് അതുപോലെ ഒന്ന് അഭിനയിച്ച് നോക്കിയതാ. അഭിനയിക്കാൻ നിനക്ക് പറ്റില്ല എന്ന് ഞാൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ? അവളപ്പോ അഭിനയിക്കണം നീ കണ്ടില്ലേ കനക? ഇപ്പൊ അവൾ അഭിനയിച്ചതാണ് അഭിനയം. എന്ത്? അത് പൊട്ടയാണ്. പിന്നെ അത് കോപ്രായം കാണിച്ചതാ. ആ സിനിമയിൽ അങ്ങനെ തന്നെയാ. എടി, ആ സിനിമയിൽ രേവതി അഭിനയിച്ച കഥാപാത്രല്ലേ അത്? രേവതി? അവരൊക്കെ വലിയ വലിയ അഭിനേതാക്കളാണ്. അവരുടെ കഴിവൊന്നും വിളിക്കില്ല. രേവതി അതിനകത്ത് എന്ത് അഭിനയിച്ചെന്നാ നീ പറയണേ? രേവതി ഇനി മാത്രം ഭയങ്കര മലമറിക്കുന്ന അഭിനയം അതിനകത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പെണ്ണ് ചെയ്തതൊന്നും. പിന്നെ അതിനെന്ത് ഭംഗിയായിട്ട് അവളിപ്പോ അഭിനയിച്ചു. അവള് രേവതിനെ മാത്രമാണ്, മോഹൻലാലിനെ അഭിനയിച്ചില്ല. എന്ത് ചിരിക്കണേ? എടി, നിന്നെ കളിയാക്കണോ ഞാൻ? സത്യമായിട്ടല്ല. അല്ല, ഞാൻ അഭിനയിച്ചില്ല. രണ്ടുപേരും അഭിനയിച്ചു. നിനക്ക് പറ്റുമോ അതിനകത്ത് ഒരു വാക്ക് അഭിനയിക്കാൻ? നിനക്ക് പറ്റുമോ? ഒരെണ്ണം കാണിച്ചാൽ മതിടാ. നീ എന്തിനാടി വെറുതെ അവളെ കളിയാക്കാതെ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്ത് ചെയ്താലും അപ്പൊ കൊള്ളൂല. അത് അസൂയ കൊണ്ട് പറയണതല്ലേ മോളെ. എടി, നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്താ മതി. അതല്ലേ അവള് ചെയ്തത്. അഭിനയിക്കാന്ന് പറയണത് എല്ലാവർക്കും പറ്റുന്ന പണിയല്ല. അല്ല, അതെനിക്ക് പറ്റും. എനിക്ക് നല്ലൊരു നടിയാവണം. സിനിമയിലും അഭിനയിക്കും. ഇവക്ക് അഭിനയിക്കാനെന്ന് പറഞ്ഞൂടാ. അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഭിനയം ഉള്ളെന്ന് വരണം. ഇവൾക്ക് ഉള്ളെന്ന് പറയണ ഗ്യാസാ. ഇന്നാളെ അവളുടെ കോളേജിൽ അഭിനയിക്കാൻ വിളിച്ചില്ല. പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാരും കൂടി നാടകം. നീ ഒറ്റ ഒരാള് കാരണം അവള് വിടാതിരുന്നത്. എനിക്കറിയാന്ന് അവൾക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാന്നുള്ളതുകൊണ്ട് തന്നെ വിടാതിരുന്നത്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്റെ കഴിവില്ലാതാക്കും. നിനക്ക് കഴിവുണ്ട്. നിനക്ക് കഴിവില്ലാതെ ആരെങ്കിലും പറഞ്ഞോ? നീ നന്നായിട്ട് കാപ്പി വെക്കും, നന്നായിട്ട് പിന്നെ ചമ്മന്തി അരയ്ക്കും, നന്നായിട്ട് കഞ്ഞി വെക്കും. എടാ, സ്വന്തം ഭാര്യനെ ഇങ്ങനെ അധിക്ഷേപിക്കരുത്. ഇങ്ങനെ നിന്റെ പുണ്യം കൊണ്ട് ഇങ്ങനെ ഒരു പെണ്ണ് നിനക്ക് കിട്ടിയതെന്ന് വിചാരിച്ചോ? എനിക്ക് പറ്റൂല ഇങ്ങനെയൊന്നും അഭിനയിക്കാൻ. എന്ത് നീ അവളെ പറയുന്ന കാര്യമില്ല. അഭിനയം എന്നുള്ളൊരു പരിപാടി അവൾക്ക് തീരെ കൊള്ളൂല. അതിന് വേണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മോഹിച്ച് വെള്ളം. എന്നാ കനക, നീ ഒരു കാര്യം വിചാരിച്ചോ, നാളെ മുതലേ അങ്ങനെയാണെങ്കിൽ അവൾ അഭിനയിക്കും. അപ്പോഴോ? അവൾ എവിടെ അഭിനയിക്കും? അവൾ ഇവിടെ അഭിനയിക്കും. ഇവിടെ അഭിനയിച്ചോ? വാതിലും ജനലൊക്കെ അടച്ചു കൂട്ടിയിട്ട് ഇവിടെ അഭിനയിച്ചു. കുഴപ്പമില്ല. അതല്ല, ഞാൻ പുറത്തും പോയി. പുറത്തും പോകും. നീ പുറത്ത് എവിടെ പോയിട്ട് അഭിനയിക്കും? ആരുടെ നിന്നെ അഭിനയിക്കാൻ വിളിക്കണത്? അഭിനയിക്കാനൊക്കെ ആൾക്കാരൊക്കെ വിളിക്കും. അവളുടെ ഇഷ്ടം പോലെ അഭിനയിക്കും. നിനക്ക് എന്താ കുഴപ്പം? അഭിനയിക്കാൻ വേണ്ടിട്ട് അവള് മെനക്കെട്ടിട്ട് അവള് പോകണമെങ്കിൽ ആ വഴിക്ക് അവളങ്ങ് പോക്കോളാം. പിന്നെ അങ്ങോട്ട് വരാൻ പാടില്ല. അതെന്താ കാര്യം? എന്താ അത് പാടില്ല തന്നെ. നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് നിന്റെ വാശിയല്ലേ? എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ, എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട. അത് അവളല്ലേ, നീ അല്ലല്ലോ. നീ അഭിനയിക്കേണ്ട, അവൾ അഭിനയിക്കണേ. നിനക്ക് എന്താ? അവൾ എന്റെ ഭാര്യയാണെന്ന് അവള് വൃത്തിയോട് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതന്നെ കാണാലോ. അവള് അഭിനയിക്കട്ടെ, അഭിനയിക്കുന്നു. അത് അവന്റെ അസൂയ കൊണ്ട് പറഞ്ഞ മോൻ അഭിനയിച്ചോടാ. സമ്മതിക്കൂല. ദുഷ്ടൻ. രേവതി, ഒരു ഗ്ലാസ് കാപ്പി പാടി. കളിയാക്കുന്ന രേവതി. നല്ലൊരു കൊച്ചിനെ ഇവിടെ നശിപ്പിക്കുക വൃത്തികെട്ടവൻ. പിന്നെ സംഭവിക്കാതിരിക്കും. അയ്യോ, ഓരോ പെണ്ണുങ്ങൾ കാണിച്ചു കൂട്ടണ്ട, എങ്ങനെ ചിരിക്കാതിരിക്കും? പാട്ട് പാടി ഗിന്നസ് റെക്കോർഡ് ഇടാൻ വേണ്ടി ഒരു ചേച്ചി ശ്രമിച്ചു. ശ്വാസം കിട്ടാതെ തട്ടിപ്പോയി. അതിലെന്താ ചിരിക്കാനുള്ളത്? നിങ്ങളിപ്പോ ശ്വാസം മുട്ടിച്ചാവുമല്ലോ.
ഇതെങ്ങനെ ചിരിക്കാതിരിക്കും നീ പറയും? സ്ത്രീകൾക്ക് വേറെ എന്തെല്ലാം പണി ചെയ്യാം. അതിലൊക്കെ റെക്കോർഡ് ഇട്ടിട്ട് അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിൽ റെക്കോർഡ് ഇടാം. അല്ലെങ്കിൽ വേറെ ഏതെല്ലാം രീതിയിൽ ഈ പാട്ട് പാടി ഗിന്നസ് റെക്കോർഡ് ഇടാമെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ? നല്ല വേഷം കെട്ട്. പെണ്ണുങ്ങൾ അടുക്കളയിൽ ഇരിക്കാനുള്ളതാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ ഒരുപാട് കഴിവുകളുണ്ട്, അത് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കണം. അതിനെന്താ കുഴപ്പം? അല്ല, അങ്ങനെ കെട്ടിയാൽ പ്രോത്സാഹിപ്പിച്ചതാണ് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അത് അവരുടെ വീട്ടിലല്ല, അവരങ്ങ് സഹിച്ചു. പക്ഷെ ഏത് പാട്ടാണെന്ന് അറിയില്ല. നമുക്ക് ഇവിടേക്ക് ഒന്ന് പാടി നോക്കായിരുന്നു. ഇതിപ്പോ ഒരാണാണെങ്കിൽ നിങ്ങൾ ഈ മാതിരി ചിരിക്കൂലല്ലോ. ഇതൊരു പെണ്ണായി പോയതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരുന്ന് കൊക്കക്കൊക്കവാന്ന് പറഞ്ഞ് ചിരിക്കണത്. ഒരു പെണ്ണുങ്ങളെ അംഗീകരിക്കരുത്. എന്തോരം പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. കുറ്റം കണ്ടുപിടിക്കാനല്ലാതെ നിങ്ങൾ ടി വി തുറന്നു വെക്കുവോ? കുറ്റവും കുറവും കണ്ടാൽ അത് പറയണം, അത് അംഗീകരിക്കാനും പഠിക്കണം. അതിനകത്ത് നല്ലതെന്താ പറയാത്തത്? അപ്പൊ കുറ്റം കാണാൻ വേണ്ടി തന്നെ ഇരിക്കണോണ്ടല്ലേ? അല്ലേ, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ബഹളം വെക്കണം? എടീ, ഇതങ്ങ് ഉസ്ബെക്കിസ്ഥാനിലോ എവിടെയുള്ള ഒരു സ്ത്രീയാണ്, അല്ലാതെ നിന്റെ കുഞ്ഞമ്മയും ബന്ധുവൊന്നും അല്ലല്ലോ ഇങ്ങനെ ബഹളം. എന്ത് പാകിസ്ഥാനിലാണെങ്കിൽ അതൊരു പെണ്ണല്ലേ? അതെന്താ നിങ്ങക്ക് അംഗീകരിച്ചാല്? അപ്പൊ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അടുക്കള തന്നെ കെട്ടിക്കിടക്കണം അല്ലേ? നടക്കൂല. ഓ, നിനക്കെന്ത് ഭ്രാന്തായ? ഇനി ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തീർന്നല്ലോ. അതോടുകൂടി ഞങ്ങൾ മിണ്ടാതാവുമല്ലോ. ഇത് തന്നെ അവനും പറഞ്ഞത് അവളോട്, ഭ്രാന്താന്ന്. അവളെ വില ഇരുത്താൻ വേണ്ടിട്ട് അവൻ ആരാ? അവൻ എന്ത് കഴിവുണ്ട്? അവനെന്താ വല്ല ഭരതന വല്ലോ ആണോ? കനകൻ. ഓ, കനകൻ. അവന് കഥകളി മോട്ടം തുള്ളിലൊക്കെ പഠിച്ച് അവളോട് പറയാണ് അവൾ അഭിനയിക്കാൻ കൊള്ളൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. നാണാവൂല അവൻ അങ്ങനെ പറയാനായിട്ട്? അവന്റെ വീട്ടിൽ അവന്റെ സ്വന്തം ഭാര്യ ഇത്രയും കഴിവുള്ള ഒരു പെണ്ണാകുമ്പോഴത്തേനും അവൻ അത് അംഗീകരിക്കണ്ടേ? വേണ്ടേ? വേണം, അത് വേണം. അല്ല, ഇപ്പം അവളെന്തോ അഭിനയിച്ചു, എന്തോ കാണിച്ചു എന്ന് പറഞ്ഞ എടേ, അവളെന്തോ ചെയ്തെന്ന് പറയാം. പത്രം അവിടെ ഇരിക്കും. നീ ഇതെന്തോ ഞാൻ ചോദിച്ച പറയേ. എന്നിട്ട് എന്തോ ജമന്തി എന്തോ പറഞ്ഞെന്ന് പറയും. പത്രം ചെയ്തിട്ട് പോവാൻ കർത്താവ്, ഈ പെണ്ണുങ്ങൾക്കെല്ലാം ഒരുമിച്ച് ഭ്രാന്തായ. ഓ, തങ്കം, തങ്കം. ജമന്തി, എടി ജമന്തി, നീ വന്നേ. എന്താ ഇത്? നോക്കിയേ, നോക്ക് നോക്ക്, ഇത് വായിച്ചു നോക്ക്. കണ്ടാ? പോയാലോ? എനിക്കാണോ മന്ദപ്പ? നിനക്ക് എനിക്ക് പോണം, വിടുവോ? പക്ഷെ അതൊന്നും നോക്കണ്ട. നിനക്ക് ഇത് പോവാൻ ഇഷ്ടാണോ? നീ ചെയ്യുമല്ലോ. ചെയ്യും, എന്നാ ഞാൻ കൊണ്ടുപോവാം. പക്ഷെ ഏട്ടൻ വിടുവോ? ഏട്ടന്റെ കാര്യം നീ വിട്. ആദ്യം നീ ആദ്യം എവിടെയാന്നൊക്കെ ഒന്ന് നോക്കിക്കേ. എന്താണ് ഇത്ര അത്യാവശ്യമായിട്ട് പത്രം എടുത്തോണ്ടോ? എന്താ വിശേഷം? ഇതൊന്ന് വായിച്ചു നോക്കിയേ. എന്റെ പൊന്നെ മോളെ, ഞാനൊരു വാർത്ത വായിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പൊ ഇതൊന്ന് വായിക്കാം. ചെവിയിൽ ഇനി പഞ്ഞി വെക്കണം ഇനി വാർത്ത വായിക്കണമെങ്കിൽ. വായിച്ചു നോക്കില്ല. വായിക്കൊന്ന്. എന്തോ ഇപ്പൊ ഇത്ര വലിയ വിശേഷം? വായിക്കങ്ങോട്ട്. വായിക്കണ്ടോ? വായിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ പത്രവും പിടിച്ചു വാങ്ങിച്ചോളൂ ഓടിക്കണം. എന്റെ വീട്ടല്ലേ ഒരു വാർത്ത വായിച്ച് കേൾപ്പിച്ചു കൊടുത്തന്നെ. എന്ത് വാർത്ത? അതൊരു ശ്വാസം മുട്ടലുണ്ട്. അവിടെ ഒരു അമ്മായിക്ക് ശ്വാസം മുട്ടു, അതിന്റെ വാർത്ത പത്രത്തിൽ വന്നു. അത് ഞാൻ വായിച്ചു കൊടുത്തപ്പോ അവർക്ക് വിശ്വാസമാണ്. ഇതൊന്ന് വായിക്കപ്പേ. ഇതിലെന്താണ്? ഏത്? അത് മേളില്. ഇതോ? കാസ്റ്റിംഗ് കോൾ. പുതുമുഖങ്ങളെ ആവശ്യമുണ്ട്. മുഴുവൻ വായിക്കി. ഉടൻ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിലേക്ക് 20-നും 40-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ 10/11/2017 പാരഡൈസ് ഹോട്ടലിൽ നേരിട്ട് എത്തിച്ചേരേണ്ടതാണ്. ഇത് ആർക്ക്? ജമന്തിക്ക്. താല്പര്യമുണ്ടോ? അവൾ സമ്മതിക്കണ്ടേ നിന്റെ കെട്ടിയോൻ? അവന്റെ സമ്മതം ഒന്നും നോക്കൊന്നും വേണ്ട, ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര അവള് അഭിനയിക്കണം. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നിനക്ക് അത്യാവശ്യം ഡാൻസും പാട്ടും ഒക്കെ അറിയാവുന്നതല്ലേ? അല്ല, പാട്ടല്ല, നല്ലോണം അഭിനയിക്കും. ഞാൻ കണ്ടതല്ലേ അഭിനയിച്ചത്. നന്നായിട്ട് അഭിനയിക്കും, എനിക്കറിയാം. ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ കനകന്റെ മുമ്പിൽ എന്താ അഭിനയാന്ന് അറിയാമോ? എനിക്ക് പോണം. നമുക്ക് ഞാനല്ലേ കൊണ്ടുപോണത്, പിന്നെ പോണെന്ന് പറഞ്ഞെന്താ? പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ഇതിലൊക്കെ അഭിനയിച്ച് പ്രശസ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ പണമായി, പിന്നെ പ്രശസ്തിയായി, പിന്നെ വീടിൽ ആൾക്കാരായി, ഒരു ബഹളമായി. വേറെ കാര്യം കേട്ടോ, ഇവള് സ്റ്റാറായി കഴിഞ്ഞാൽ ഞാൻ എന്റെ പാർട്ടിയുടെ എല്ലാ ഫംഗ്ഷനും കൊണ്ടുപോകൂലേ? ചുമ്മാ വേണ്ട, അതിന് പൈസയൊക്കെ ഉണ്ട്. അയ്യോ ക്ലീറ്റ ചേട്ടാ, എനിക്ക് പൈസക്കോ അല്ലെങ്കിൽ പ്രശസ്തിക്കോ വേണ്ടിട്ടൊന്നും അല്ല. അഭിനയം എന്ന് പറഞ്ഞ ഒരു കലയല്ലേ, അതുണ്ട്, അതിനോടുള്ള ഒരു ഇഷ്ടം. എങ്കിലും പൈസ വരുമ്പോ ഇതെല്ലാം അങ്ങ് വിടും. അതെല്ലാരും പറയണം. ഇല്ലെന്നേ, എനിക്ക് പൈസ വേണ്ട. പൈസ മുഴുവൻ നാത്തൂന് എടുത്തോട്ടെ. അല്ല, നീ കൂടെ ഒന്ന് നോക്കടി.
എന്തിന് ഒന്ന് ശ്രമിച്ചോ? ഒന്നുമില്ലെങ്കിൽ മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കണല്ലേ നീ? നിനക്കും കുറച്ച് കലയൊക്കെ ഉണ്ടാവും. എനിക്കത് ഒരാളെ മര്യാദക്ക് നോക്കാനും കൂടെ അറിയാൻ പാടില്ല. അപ്പൊ വേറൊരു കാര്യമുണ്ട്. അല്ല നിങ്ങളിങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോ കനകൻ സമ്മതിക്കണ്ടേ? അതന്നെ പറഞ്ഞ കനകന്റെ സമ്മതം ഒന്നും വേണ്ട, ഞാൻ കൊണ്ടുപോകും. നീ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ അവളെ കെട്ടിയല്ലേ അവൻ? അവൻ പക്ഷെ എന്താ അത് അംഗീകരിക്കാത്തത്? അപ്പൊ അവന്റെ സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എല്ലാരും കൂടി പറഞ്ഞ അവൻ കേട്ടോളൂ. മാത്രമല്ല അമ്മയോ? അമ്മ ഞാൻ എന്റെ പൊന്നു ക്ലീറ്റോ വാതുറക്കാതിരുന്നാ മതി, ഞാൻ സമ്മതിപ്പിച്ചോളാം. ക്ലീറ്റോ ചേട്ടൻ അന്നൊരു വണ്ടി വിളിച്ചു തന്നാ മതി. അല്ല അതൊക്കെ ആയിട്ട് ഞാൻ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ. എനിക്ക് അന്നാണ് പാർട്ടിയുടെ മീറ്റിംഗ്. ആരും വരണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഓ ആയിക്കോട്ടെ. അല്ല ഞാൻ വേണമെങ്കിൽ അവിടെ ആരെങ്കിലും വിളിച്ച് പറയണമെങ്കിൽ ആ പത്രം എടുത്തേ, അത് കളയരുത്. അല്ല ഞാൻ അവിടെ ആരെങ്കിലും വിളിച്ച് പറയണോ? റെക്കമെൻഡേഷൻ ഈ പാരഡൈസ് ഹോട്ടൽ എവിടെയാന്നുള്ളത് അറിയാമോ? ഓ പാരഡൈസ് ഹോട്ടലൊക്കെ അറിയാം. അത് ഞാൻ അൻസാറിന്റെ വണ്ടി ഏർപ്പാട് ചെയ്ത് അവനറിയാം, അതുകൊണ്ട് എത്തിച്ചേരും. അപ്പൊ 10 മണിക്ക് റെഡി ആയിട്ടിരിക്കണം കേട്ടോ. 10 മണിക്ക് അവിടെ ചെല്ലണം. അതല്ല, പുതിയ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? ഇതും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി കെട്ടിയവന്റെ അടുത്ത്. പുതിയ ഡ്രസ്സൊന്നും വേണ്ട, ഇപ്പൊ ഉള്ള ഡ്രസ് ഇട്ട് പോകാം. അവനോട് സമ്മതം കിട്ടുന്നത് തന്നെ വലിയ അത് ചെയ്യാം. അതിനുള്ള വഴി ഉണ്ടാകും. നോക്കാം. നാട്ടിലും കൂടി വാ. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. സിനിമ ഒരു സുഖമല്ലേ അത് കേൾക്കാൻ? നല്ലതൊക്കെ അഭിനയിക്കണം കേട്ടോ. നമുക്ക് ഇന്നോട്ട് പഠിക്കണം. സിനിമ നടിയുടെ പിയെ അതിന് വലിയ സുഖമൊന്നുമില്ല കേട്ടോ. വേണ്ട. ഈ വക സംസാരേ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. സിനിമയിൽ അഭിനയിക്കാൻ പോണു മര്യാദക്ക് ഇവിടെ വീട്ടിലടങ്ങി. ഞാൻ എന്ത് സമ്മതിക്കാനാണ്? ഞാൻ സമ്മതിക്കുന്നു വിചാരിക്കണ്ടാന്ന്. അളിയാ നീ ഓരോ മുട്ടാ തർക്കങ്ങൾ പറഞ്ഞ് അവളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാൻ നോക്കല്ലേ കേട്ടാ. അതൊക്കെ ആ കാലം കഴിഞ്ഞ്. ഇപ്പൊ സ്ത്രീകൾ അടുക്കളയിൽ കിടന്ന് അടുക്കള പണി മാത്രം ചെയ്താൽ പോരാ. അവരുടെ കഴിവുകളൊക്കെ അവർ പുറത്ത് കൊണ്ടുവരണം. അതിപ്പോ സിനിമയിലെങ്കിൽ സിനിമ, സീരിയലെങ്കിൽ സീരിയല്. ഈ വെറും മൂരാച്ചി കെട്ടിയാനാവാൻ നോക്കണ്ട. അമ്മയുടെ അഭിപ്രായം എന്താണ്? എനിക്ക് അവളെ അഭിനയിക്കണം എന്നുള്ളതാണ്. സമ്മതിക്ക്. അതെ സമ്മതിക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനെ അറിയും കൂടി ചെയ്യണം. വെറുതെ സിനിമയിൽ അഭിനയിക്കാന്നും വെറുതെ പറഞ്ഞിട്ട് വെറുതെ പോയിട്ട് കാര്യമില്ല. സമ്മതിക്കാൻ പറ്റില്ല. ഏടി ഞാൻ സമ്മതിച്ചിട്ട് എന്താ കാര്യം? അഭിനയിക്കാൻ അറിയണ്ടേ? എടാ കനക, നിന്റെ ഭാഗ്യല്ലടാ ഇതേപോലെ ഒരു പെണ്ണ്. എന്ത് ഭാഗ്യം? അവൾ എല്ലാവരും ഒരു കാര്യം കേൾക്കണം. ഞാൻ എന്റെ ക്ലീറ്റോ ഇവിടെ ഭയങ്കര കരച്ചില്. ഞാൻ ഇവിടെ ഓടി പാഞ്ഞു വരികയാണ്. എന്തെങ്കിലും ഇങ്ങനെ കരയണേന്ന് അറിയാൻ വേണ്ടി. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കരയാ. ഞാനങ്ങ് പേടിച്ചു പോയി. മോനെ എന്ത് പറ്റിയടീന്ന് ചോദിച്ചു വന്നപ്പോഴല്ലേ ഒറ്റ ചിരി. ആളും പറഞ്ഞാൽ വിശ്വസിക്കൂലേ? ഇവിടെ വേദന എടുക്കണ പോലെ തന്നെ കാണിച്ചു. അത് അഭിനയിക്കാൻ അറിയാൻ പാടണ്ടാടാ. ആണോടാ? ഇതുപോലൊരു നടിയെ വീട്ടിലിരുത്തി നമ്മളെ മോനെ സമ്മതിക്കടാ. എന്താടാ എവന്റെ സമ്മതം നിങ്ങൾ നോക്കണ്ട. നീ ഓഡീഷന് പോവാൻ നോക്ക്. നീ എന്ത് കണ്ടിട്ടാണ് ഈ പറയണത്? എന്ത് കണ്ടിട്ട്? അവക്ക് കഴിവുണ്ട്. അമ്മ സിനിമയിൽ അഭിനയിക്കുമ്പോ നമ്മൾ ഇവിടെ ഈ സാധാരണ മാതിരിയുള്ള നാടകത്തിൽ അഭിനയൊന്നും പറ്റില്ല. സിനിമയിൽ ഭയങ്കര സ്വാഭാവികമായിട്ടാണ്. അതൊക്കെ ഒരു നടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം. മര്യാദക്കുള്ള ചായ ഉണ്ടാക്കാൻ അറിയോ? ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാൻ അറിയോ? കാണിച്ചെന്നാ ഭർത്താവിന്റെ മുഖത്ത് കാമുകന്റെ മുഖത്ത് നോക്കിയിരിക്കണ പോലെ കാമുകൻ ഈ മുഖമാണ്. ഇത് കാമുകന്റെ മുഖമാണെന്ന് അവക്ക് തോന്നണം. അവർക്ക് അവിടെ അഭിനയിക്കാന് നല്ല ചോക്ലേറ്റ് നിപ്പുണ്ടാവും നായകന്മാര്. അവരെ നോക്കുമ്പോ അവക്ക് ചിരി വന്നോളും. നീ ഇപ്പൊ അവളെ നീ സംവിധാനം ചെയ്യണ സിനിമയിൽ അവളെ അഭിനയിക്കണ്ട പോരെ? അവൾ വേറെ ആണുങ്ങൾ അഭിനയിപ്പിച്ചു. നീ സമ്മതിക്കണ്ടോ ഇല്ലയോ? നിന്നെ അടുക്കളയിൽ നിന്ന് ചരവത്തടി എടുത്ത് ഞാൻ തലക്കെട്ടടിക്കും. സമ്മതിച്ചടാ. നീ ഒരു കാര്യം ചെയ്യാ മതി. നീ ആ രംഗം ഒന്ന് അവതരിപ്പിച്ച് കാണിച്ചോട്. ആരെങ്കിലും കണ്ട എന്റെ അടുത്തേക്ക് പറഞ്ഞു അയ്യോ ഇതെന്താ ഇത്? അളിയാ നിന്റെ ഹൃദയം ഉണ്ടല്ലോ കരിങ്കല്ല. ഇത്രയും സെന്റിമെന്റ്സ് അവൾ അഭിനയിച്ചിട്ട് നിനക്ക് അത് ഫീൽ ചെയ്യില്ല? ഇത് കോമഡി അല്ലേ? കോമഡി കണ്ടാ നിങ്ങൾ എന്തിനാണ് കരയണത്? കനക, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നിന്റെ സമ്മതം ഇല്ലെങ്കിൽ വേണ്ട. ഞാനും അമ്മയും ക്ലീറ്റോയും അവളുടെ കൂടെ ഉണ്ട്. നാളെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓഡിഷന് പോകും. ഇതോണ്ടൊന്നും പോവാൻ പറ്റില്ലെന്ന്. ഇത് കോമാളിത്തരാണിത്. ചെയ്തോളാം, മതി. എന്തൊരു നീ സമ്മതിക്കുന്നുണ്ടോ? ഇത് വെച്ചിട്ട് ഓഡീഷൻ പോണത്? അതെ, നീ സമ്മതിക്കുന്നുണ്ടോ? അവന്റെ സമ്മതം ഒന്നും വേണ്ട. കൂടെ നോക്കിയേ, ഞാനും അവളും കൂടി നാളെ ഓഡിഷന് പോകും. പറ്റുമെങ്കിൽ സഹകരിച്ചാൽ മതി. നീ
എന്തെങ്കിലും പറയാനുണ്ടോ? ആ എന്നാ പിന്നെ ഞാനും വരാം. സമ്മതിച്ചോ? എന്റെ അഭിനയം കണ്ടപ്പോ സമ്മതിച്ചു പോയാ ശ്ശേ, പിന്നെ ഭയങ്കര എനിക്ക് നാളെ ആ പാർട്ടിയുടെ മീറ്റിംഗ് ആയി പോയില്ലേ, ഞാനും വന്നേനെ. ഞാൻ കൂടെ വരാൻ വേണമെങ്കിൽ ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീടെല്ലാം പൂട്ടിയിട്ട് ഒരു ചെണ്ണை കൊണ്ടിട്ട് ഘോഷയാത്രയായിട്ടൊക്കെ പോവാം. അല്ല അപ്പൊ എന്തായാലും നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ സിനിമാ നടിയാ. അതെ. സിനിമാ നടി ഇങ്ങോട്ട് നോക്കിയേ, സിനിമാ നടിക്ക് പിന്നെ വരട്ടെ. നാളെയാണ് ഈ പറഞ്ഞ ദിവസം. നേരത്തെ കിടന്നുറങ്ങി പണിയെല്ലാം കഴിച്ച് കുളിച്ച് മെനക്ക് കിടന്നുറങ്ങി, അല്ലെങ്കിൽ മുഖം കലം പോലെ ഇരിക്കും. സിനിമാ നടികളൊക്കെ അങ്ങനെയാ. കല്ലങ്കമ്പോ കലം പോലെ അല്ലേ? ഇവൻ എന്തിന്റെ കേടെന്നറിഞ്ഞില്ല. നീ അവന് ഭക്ഷണം ഒന്നും എടുത്ത് കൊടുക്കാൻ നിൽക്കണ്ട, അവ എടുത്ത് കഴിച്ചോളൂ, പോയി കിടന്ന് ഉറങ്ങിക്കോ. അതന്നെ ഞാൻ നേരത്തെ കിടന്നുറങ്ങാൻ പോലെ. അല്ലാണ്ട് എല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്താ? എന്റെ കുട്ടീനെ അല്ല ഏതായിരുന്നു? എന്റെ കുഞ്ഞിനെ. എന്റെ കുഞ്ഞിനെ കണ്ടു. പറഞ്ഞതല്ലേ എന്റെ കുഞ്ഞിനെ കണ്ടോ? ഇവളെല്ലാം പറഞ്ഞിട്ടോ. അത് അടുത്തിടല്ലോ കഴിഞ്ഞിട്ടല്ലേ. നീ എപ്പോഴെങ്കിലും എന്തേലും പറഞ്ഞു. കുഞ്ഞിനെ കണ്ടോ? എത്ര നാളായി ഞാൻ അന്വേഷിച്ച് നടക്കുന്നു. അത് ശരിക്കും ക്ലിയർ ആയിട്ട് ഇടണം കേട്ടോ. തുളസീദാസ് സാർ അറിഞ്ഞൂടെ? തുളസീദാസ് പറഞ്ഞത് പ്രശസ്ത സംവിധായകനാണ്. പ്രശസ്ത സംവിധായകനാണ്. ആ മമ്മൂട്ടിയും മോഹൻലാലിനും ഒക്കെ വെച്ച് പടം ചെയ്ത ആളാണ്. മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ വെച്ച് സിനിമ ചെയ്ത പോണോ? അല്ല ഇഷ്ടപ്പെടുവോ? നീ വീട്ടിൽ വെച്ച് ചെയ്തില്ലേ, അത് തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. എന്ത് പണ്ടാരും വേഗം ചെയ്തിട്ട് പോവാൻ വിടുന്നു. ഇങ്ങനെ പറയുമ്പോഴാ പറ്റില്ലെങ്കിൽ പോവാൻ കൊണ്ട് ഞങ്ങൾ വന്നോളാം. എന്ത് വിളിക്കാത്തത്? ചെന്ന് നോക്കട്ടെ ഞാൻ. മിണ്ടാണ്ടിരുന്നവിടെ. നമ്മളിവിടെ വീട്ടുകാരെ അവരിനി മറന്നു പോയിട്ടുണ്ടാവോ? അവരിവിടെ ഇരിക്കാൻ പറഞ്ഞാലേ എന്താണ്? ജമന്തി വരണം. ഒറ്റയ്ക്ക് വന്നാ മതി. അല്ല അതല്ല അല്ല ഒറ്റയ്ക്ക് അകത്ത് വിടത്തുള്ളൂ. അങ്ങനെയല്ല. ഇല്ല ഒറ്റയ്ക്ക് ഇവിടെ വരണം. ഒറ്റയ്ക്ക് വിടത്തുള്ളൂ. അതെങ്കിലും പോവാം. പക്ഷെ ആ റോഡിനുള്ള ആർട്ടിസ്റ്റ് ഇതുവരെയായിട്ട് ശരിയായിട്ടില്ല. ഇവിടെ നിൽക്ക്. ആ ശരി ശരി. അതെ ഇവിടെ. ആ ഞാൻ വിളിക്കാം, വേറൊരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്, വിളിക്കാം. ഓക്കെ. ആ ആ ഇത്രയും ഐറ്റംസ് പഠിച്ചിട്ടുണ്ടല്ലേ? ആ ശരി ശരി. ഓട്ടംതുള്ളൽ അറിയാം? അറിയാം. ആ ഡ്രാമ ഡ്രാമ അറിയാം. ഏട്ടൻ പഠിപ്പിച്ചതാ. ആ ഏട്ടനും ആർട്ടിസ്റ്റ് ആണോ? ഏട്ടൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അങ്ങനെ നാടകം. ആ ശരി, കൊള്ളാം. പിന്നെ ചിത്രം വരയ്ക്കും. ആ മൊത്തത്തിൽ ഒരു സകലകല വല്ലഭി എന്ന് പറയാം അല്ലേ? അപ്പൊ എന്നെ എടുത്തോ സാർ? അല്ല എടുത്തോന്ന് ചോദിച്ചാൽ നമുക്ക് എടുക്കാം, വരട്ടെ. അതിനു മുമ്പ് നമുക്ക് ഒന്ന് സ്വയം പരിചയപ്പെടാം. പറയട്ടെ. എന്റെ പേര് ജമന്തി, ഭർത്താവ് കനകൻ, വീട്ടിൽ അമ്മയും ക്ലീറ്റു ചേട്ടനും നാത്തൂനും ഉണ്ട്, പിന്നെ അത് മതി. അത് ഓക്കെ. നമുക്ക് ഇതിൽ ഉള്ള ഒരു ഐറ്റംസ് നോക്കിയാലോ? എന്താ? ഫസ്റ്റ് ഓട്ടം തുള്ളൽ തന്നെ ആയിക്കോട്ടെ. മതി. ഓട്ടം തുള്ളൽ കൊള്ളാം. മതി. പിന്നെ വേറെ ഐറ്റംസ് അത് അഭിനയിക്കാനാണല്ലോ, അതുകൊണ്ട് അഭിനയം ഞാൻ കുറച്ച് പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് നാത്തു സംവിധാനം ചെയ്തതാ. ഓ നാത്തു സംവിധാനം ഉണ്ട്. ഈ ഒരു അമ്മയുടെ ദുഃഖം, കുട്ടീനെ കാണാത്തതേ. പറയട്ടെ. എത്ര കാലായി ഞാൻ നോക്കി നടക്കുന്നു, എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അമ്മയുടെ ദുഃഖം മതി. അതല്ല, രണ്ട് ഗദ്ഗതവും കൂടി ഇടണോന്ന് നാത്തും പറഞ്ഞു. അതെ. കഴിഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞോ? ഇല്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. മുമ്പ് ഏതെങ്കിലും സിനിമയിൽ ചെയ്തിട്ടുണ്ടോ? ഓ ചെറിയ 1-2 വേഷം ചില സിനിമകളിൽ. ആണോ? ഏത് സിനിമ? കോളേജ് ഡേയ്സ്. അതിലെന്താ വേഷം? അതിലൊരു സ്റ്റുഡൻ്റ് ആയിട്ട്.
നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ടോ? ഓ പക്ഷേ ഒരു 8 വർഷം മുന്നേ ആണ്. ആ ശരി. ഇപ്പോഴൊന്നല്ല. ചെമ്മന്തിയുടെ കൂടെ ആരാ വന്നേ? അകത്ത് വിളിക്കുന്നുണ്ട്. ആണോ? ഞങ്ങൾ കിട്ടിയിട്ടാ. പോട്ടെ. നിങ്ങൾക്ക് കിട്ടട്ടെ നിങ്ങൾക്ക് കേട്ടോ. നമസ്കാരം. ഓക്കെ അല്ലേ? അല്ല ഓക്കെ ആവണോ വേണ്ടത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആരാ നമ്മുടെ ഞാൻ ഭർത്താവാണ് കനകൻ. ആ. ഇത് എൻ്റെ സഹോദരി ആ കനകി പേരെന്താ? തങ്കം. തങ്കം. ആ ശരി ശരി ശരി. ഓക്കെ. അതെ, കനകൻ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ഇവിടെ ഇപ്പോൾ ഒരു 90% ആൾക്കാരും അഭിനയമോഹമായിട്ടാണ് ഓരോ സംവിധായകരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ. പക്ഷേ ഈ വരുന്നവർ സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. എനിക്കിതിന് കഴിയുമോ ഇല്ലയോ എന്ന്. ഈ അഭിനയം എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്ന ഒരു സിദ്ധിയാണ്. പക്ഷെ തൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നുമില്ല. അവള് നന്നായി ചെയ്തില്ലേ? ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ കാണിച്ചത് അഭിനയമല്ലായിരുന്നു, ഒരുതരം കോഷ്ടിയായിരുന്നു. അതല്ല എൻ്റെ സിനിമയ്ക്ക് ആവശ്യം. അങ്ങനെ വരാൻ വഴിയില്ല. നന്നായിട്ട് ചെയ്തില്ലേ? അത് ഗദ്ഗത ഇടാൻ സാറ് സമ്മതിച്ചില്ല. അത് ആദ്യം തന്നെ ചെയ്ത് കാണിക്കണ്ടേ? പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ആ ഗദ്ഗതൊന്നും ചെയ്ത് കാണിക്കാതെ പറഞ്ഞിട്ട് എന്താ കാര്യം? സാറ് സമ്മതിക്കാതിരുന്നത് കൊണ്ടാ. നിങ്ങൾ ഇവിടെ കിടന്ന് ഞാൻ നിന്നോട് അവിടുന്ന് പറഞ്ഞല്ലേ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ. അതെ, സാറേ ഞാൻ ഒരു കാല് പിടിക്കാൻ സാറ് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇല്ലാത്തതിന്റെ ടെൻഷൻ കൊണ്ട് അവർക്ക് അത് ഇടാൻ പറ്റാഞ്ഞതാ. ആ ഗദ്ഗതം കൂടി ഇട്ടിട്ട് സാറ് കണ്ടിട്ട് തീരുമാനിച്ചോ. ഞാൻ മൊത്തത്തിൽ ഒരു ഗൽഗതത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇനി ഒരു ഗൽഗതം കേൾക്കാനുള്ള സമയവുമില്ല, സന്ദർഭവുമില്ല. പാവാണ് സാറേ, പാവാണ്. അല്ല, ഈ പാവം നോക്കിയല്ലോ നമ്മൾ അഭിനയിപ്പിക്കുന്നത്. അയൽപക്കത്തുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു സാറേ എങ്ങനെ സിനിമയിൽ. നിങ്ങൾ അങ്ങനെ അയൽപക്കത്തോട് അനൗൺസ് ചെയ്തിട്ടാണോ സിനിമ അഭിനയിക്കാൻ വേണ്ടി വരുന്നത്? സന്തോഷം കൊണ്ട് പറഞ്ഞു. അല്ല അതൊക്കെ ശരിയാണ്. നമുക്ക് വേറൊരു അവസരം നോക്കാം. അയ്യോ അങ്ങനെ വേറെ അവസരം നോക്കാൻ ഇനി ഇല്ല സാർ. സാറ് പറയണ പോലെ ഞാൻ അഭിനയിച്ചു. ഇവരെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങണം, പുറത്തിറങ്ങണം. അല്ല ഇല്ല, ഇറങ്ങണം. ഒരു മിനിറ്റ് അതൊന്നും പറ്റത്തില്ല, അതൊന്നും പറ്റത്തില്ല. ഇറങ്ങണം. ശരി എന്നാ സാറേ. ആയിക്കോട്ടെ. ഇറങ്ങണം. സാറ് ചെറുപ്പം ഇങ്ങോട്ട് വാ. ഇവിടെ നോക്കിക്കൊണ്ടിരുന്നു. ആ കടയിൽ സാധനം മേടിക്കുന്ന ആളായിട്ട് ഞാൻ നിന്നോളം മിണ്ടൂല. സത്യം ഞാൻ മിണ്ടൂല. കടയിൽ സാധനം വാങ്ങിക്കുന്ന ആളുണ്ടെന്ന് ആരാ പറഞ്ഞത്? എന്താടി എന്താണ് എന്താ നിനക്ക് എന്ത് ചെറുതെന്ന്? നിന്നോട് ഞാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വക വേണ്ടാത്ത പരിപാടികൾ വേണ്ട. നിനക്ക് അഭിനയിക്കാൻ അറിയില്ല സാറ് പറഞ്ഞില്ലേ? അഭിനയിക്കാൻ അറിയില്ല അവൾക്ക്. ഞാനത് പറഞ്ഞതാണ്. ഇനിയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, അഭിനയം പഠിച്ചിട്ട് വരൂ. Versus Alien.